ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് മൗണ്ട് ഒലിവ്ഡ് മിനിസ്ട്രിയുടെ ഗസ്റ്റായിട്ട് നമ്മൾ കാണുന്നത് ബഹുമാനപ്പെട്ട പാസ്റ്റർ ഡാനിയൽ കോശി അവറുകളെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയത്ത് കല്ലറ വാതിക്കൽ ജനങ്ങൾ തിക്കിക്കൂടിയിട്ട് മറിയയും കൂടെ ഉണ്ടായിരുന്നവരും അവിടെ വന്നിട്ട് കർത്താവിനെ അന്വേഷിക്കുമ്പോൾ അവിടെ ഒരു ചോദ്യം ദൂതൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: ജീവിച്ചിരിക്കുന്നവരെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ തിരയുന്നത് എന്തിന്? ഈ പാസ്റ്റർ കഴിഞ്ഞ 3-4 മാസമായിട്ട് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഹാർട്ട് സംബന്ധമായ അസുഖത്താൽ അതിൻ്റെ കോംപ്ലിക്കേഷനൊക്കെ ആയിട്ട് ഈ 3-4 പ്രാവശ്യത്തിനകം പുള്ളിയെ പലരും വന്ന് മരിച്ചവരുടെ കൂട്ടത്തിൽ തിരഞ്ഞു. കാരണം രോഗത്തിൻ്റെ അവസ്ഥ, പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ്, ഇതെല്ലാം കൊണ്ടും അദ്ദേഹം മരിച്ചു എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ പല സമയങ്ങളിലും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ളതിനൊരു തെളിവാണ് ഇന്ന് ഇങ്ങനെയൊരു അഭിമുഖം നിങ്ങൾ നേരിൽ കാണുന്നത്. കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയാണ്. തീർച്ചയായിട്ടും അനേകരുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയുടെ ഒരു ഫലമാണ്. ഈ ലോകം വിട്ട് താൻ കടന്നുപോയ അവസരം അദ്ദേഹം നേരിൽ കണ്ടു, അത് ശരീരത്തിൽ അനുഭവിച്ചു. എന്നാൽ കർത്താവ് ജീവൻ മടക്കി കൊടുത്ത് വീണ്ടും നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന സാക്ഷിയായിട്ട് കർത്താവിൻ്റെ വേല ഇനിയും ഈ ദൈവദാസനെ കൊണ്ട് തികച്ചെടുക്കുവാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്ന ഒരു സാക്ഷിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ഈ അസുഖത്തിൻ്റെ ആരംഭവും ഹോസ്പിറ്റലിലെ അനുഭവങ്ങളും എല്ലാം നമുക്ക് നേരിൽ കേൾക്കാവുന്നതാണ്. പാസ്റ്ററിന്റെ പേര് ഡാനിയൽ കോശി. ഈ അസുഖം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഓഗസ്റ്റ് മാസം 28-ാം തീയതി ഞാൻ വീട്ടിൽ ജോലി കഴിഞ്ഞ സന്ധ്യയ്ക്ക് വീട്ടിൽ വരുമ്പോൾ എനിക്ക് അല്പം ബ്രീത്തിങ്ങിന് പ്രയാസം പോലെ തോന്നി. ആ സമയത്ത് എൻ്റെ വൈഫ് എന്നെ വിളിച്ചു. ഞാൻ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ എൻ്റെ രണ്ടാമത്തെ മോനെ വിളിച്ചു. ജെയ്സൺ വേഗത്തിൽ വന്ന് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഞാൻ പെട്ടെന്ന് പാസ്റ്റർ എബ്രഹാം ചാക്കോയെ വിളിച്ചു. അദ്ദേഹം ഫോണിലൂടെ പ്രാർത്ഥിക്കുകയും പെട്ടെന്ന് എന്നെ വീട്ടിൽ വരാൻ താല്പര്യപ്പെട്ടു. അതിനു മുൻപ് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് എൻ്റെ മകൻ എന്നെ കാറിലോട്ട് കയറ്റുകയും പാസ്റ്ററും വൈഫും കൂടെ ഫോളോ ചെയ്യുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് ചെന്നപ്പോഴത്തേക്ക് ഞാൻ പാസ് ഔട്ട് ആയതുപോലെ തോന്നി. പാസ്റ്റർ എന്നെ വേഗം പിടിച്ച് ഒരു സോഫയിലോട്ട് ഇരുത്തി. അതിനുശേഷം ഒരല്പസമയം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വീൽ ചെയറും മറ്റും വന്ന് എന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് അതുവരെയും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പിന്നത്തെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ല. സെൻറ്റ് ലൂക്ക് ഹോസ്പിറ്റൽ ഷുഗർലാൻഡിന് അവിടെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്താൻ സാധ്യമല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഹ്യൂസ്റ്റൺ മെഡിക്കൽ സെൻ്ററിലെ സെൻറ്റ് ലൂക്ക് മെയിൻ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോവുകയും ഈ ഓഗസ്റ്റ് 29-ാം തീയതി എൻ്റെ ഹാർട്ട് സർജറി നടക്കുകയും ചെയ്തു. എൻ്റെ ഹാർട്ട് സർജറി ചെയ്യുന്ന ആ സമയം തന്നെ അത് കോംപ്ലിക്കേറ്റഡായി മാറി എന്നുള്ളത് കൊണ്ടും എൻ്റെ ലൈഫിനെ പെട്ടെന്ന് ദൈവസന്നിധിയിലേക്ക് ചേർക്കുകയും ചെയ്തു. അതായത് ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ശ്വാസം മുട്ടൽ പോലെ നമുക്ക് തോന്നി. അത്രേ ഉള്ളൂ. അത് മുമ്പ് നേരത്തെ അങ്ങനെ അനുഭവപ്പെട്ടുണ്ടോ? അങ്ങനെ യാതൊന്നുമില്ല. ഒരു നോർമൽ സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. എനിക്ക് യാതൊരു സിംറ്റവും നേരത്തെ ഇല്ല. ഓഗസ്റ്റ് 28-ാം തീയതി ഞാൻ ജോലി ചെയ്തിട്ടാണ് വീട്ടിൽ വന്നത്. ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ഇതാണ്. ദൈവം എന്നോട് കൂടെ ഇരുന്നു എന്നെ സഹായിച്ചത് കൊണ്ട് ഞാനിപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പക്ഷേ സർജറി ചെയ്ത ആ നിമിഷം എൻ്റെ ഹാർട്ടിൽ കോംപ്ലിക്കേഷൻ ഉണ്ടായി. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. പർദീസയിൽ ചെന്നപ്പോൾ എൻ്റെ ഫാദറിലോയെ ആദ്യം കാണുവാനിടയായി. ഞാൻ ആ പർദീസയിലുള്ള വിശുദ്ധന്മാർ ബില്യൺ കണക്കിന് വിശുദ്ധന്മാരിരിക്കുന്നത് നോക്കിയാൽ നോക്കത്താത്ത നിലയിൽ ദൈവത്തിൻ്റെ വിശുദ്ധന്മാരിരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ഫാദറിലോയെ ആദ്യം ഞാൻ കണ്ടു. പിന്നെ എൻ്റെ ഫാദറിനെ കണ്ടു.
പിന്നെ എൻ്റെ മൂത്ത ജ്യേഷ്ഠനെ കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ മുൻപോട്ട് പോയി എനിക്ക് ഇരിക്കുവാനൊരു ഇടപെടൽ നോക്കിയപ്പോൾ പാസ്റ്റർ പി.ഡി. ജോൺസൺ തേജസ്സേറിയ വസ്ത്രം ശോഭയേറിയ മുഖവുമായി എൻ്റെ എതിരെ വന്നു. എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം അപ്രത്യക്ഷനായി. ആ സമയത്ത് വിശുദ്ധന്മാരുടെ നടുവിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തു എൻ്റെ അടുക്കലേക്ക് വന്ന് വെള്ളോട്ടിന് സദൃശ്യമായ കൈകൾ കൊണ്ട് മാറത്ത് പൊൻകച്ച കെട്ടിയവൻ എൻ്റെ ഇടത്ത് കൈക്ക് പിടിച്ചുകൊണ്ട് ഒരു സ്മാൾ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നു. അന്നേരം ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്വർഗരാജ്യത്തിൽ പോകുന്ന വഴി ഇടുക്കവും ഞെരുക്കവും എന്ന്. അതാണോ കർത്താവ് കാണിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. പെട്ടെന്ന് ആ വഴി ദൂരം നിന്നിട്ട് യേശു എന്നെ ഒരു മനോഹര പട്ടണം ചൂണ്ടിക്കാണിച്ചു. അതിനിടയ്ക്ക് ഒരു ചോദ്യം. അതിന് ആ സമയത്ത് പാസ്റ്ററിന്റെ ബോഡി ഇവിടെ വെന്റിലേറ്ററിൽ കിടക്കുക. വെന്റിലേറ്ററില്ല. ഇതിന് ബോഡി ഇവിടെ കിടക്കും. നമ്മുടെ ആത്മാവ് ഇത് കാണുന്ന ആ അനുഭൂതിയാണ്. സ്വർഗരാജ്യത്തിലൂടെ ഈ കാഴ്ചകളെല്ലാം കാണുന്നതായിട്ട് അവിടെ ചെന്ന് കർത്താവ് എന്നെ ആ പുതിയ യെരൂശലേം എന്ന മനോഹര പട്ടണം കാണിക്കുമ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ സന്തോഷിച്ചു. ഗ്ലിറ്ററിങ് ജുവൽസ് ആൻഡ് ഡയമണ്ട്സ്, സ്ട്രീറ്റും അങ്ങനെയാണ്, ബിൽഡിങ്ങും അങ്ങനെയാണ്. കർത്താവ് അത് കാണിച്ചപ്പോൾ ഈ ഭൂമിയും ഈ ഭൂമിയിലുള്ള മനോഹരത്വവും ഒന്നുമില്ല എന്ന് എനിക്ക് ബോധ്യമാവുകയും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന എൻ്റെ ആത്മാവ് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് എന്നോട് നേരിട്ട് പറഞ്ഞു, ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, ദിസ് സിറ്റി ഫോർ യു, ബട്ട് യുവർ ടൈം ഹാസ് നോട്ട് യെറ്റ് കം, സോ യു ഹാവ് ടു ഗോ ബാക്ക് ആൻഡ് ടെൽ ടു മൈ പീപ്പിൾ I am coming pretty soon. മലയാളത്തിൽ, ആ കാണുന്ന മനോഹര പട്ടണം നിനക്ക് വേണ്ടിയുള്ളതാണ്, എന്നാൽ നിന്റെ സമയം ഇതുവരെയും വന്നിട്ടില്ലായതുകൊണ്ട് നീ മടങ്ങിപ്പോയി എൻ്റെ ജനത്തോട് ഞാൻ എത്രയും വേഗം വരുന്നുവെന്ന് പറയണമെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് തിരിച്ചയക്കുകയാണ് ചെയ്തത്. അത് ഒന്നാം ദിവസം. തിരിച്ച് ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ നിന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉയരത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ മുൻപിൽ വലിയ ഒരു മനുഷ്യൻ നിൽക്കുന്ന പോലെ തോന്നി. ആക്ച്വലി അത് മനുഷ്യനല്ലായിരുന്നു. തിരിച്ച് ഞാൻ വന്നപ്പോൾ, തിരിച്ച് എൻ്റെ ബോഡിയിലേക്ക് എൻ്റെ ആത്മാവ് വരുമ്പോൾ എൻ്റെ ബോഡിയിൽ എൻ്റെ ആത്മാവ് പ്രവേശിക്കാൻ കഴിയാതെ വണ്ണം അവർ വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ അവിടെ കാണുന്നത് ഒരു വലിയ രൂപമാണ്. എനിക്ക് മറികടന്നു പോകാൻ കഴിയാതെ വന്നപ്പോൾ പെട്ടെന്ന് ആ ദൈവാത്മാവിൽ എൻ്റെ ആത്മാവിനോട് ദൈവാത്മാവ് സംസാരിച്ചു. യൂദായുടെ ലേഖനം 9-ാം വാക്യം അതിങ്ങനെയാണ്: പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി പ്രയോഗിക്കാതെ കർത്താവ് നിന്നെ വത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ എന്നുള്ള വാക്യം ആത്മാവിനെ ബോധ്യമാക്കുകയും ഞാൻ ഉയരത്തിലേക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ തുനിഞ്ഞപ്പോൾ ഈ വലിയ തടസ്സം എൻ്റെ മുൻപിൽ നിന്ന് മാറുകയും പെട്ടെന്ന് കർത്താവിനെ വീണ്ടും സ്വർഗത്തിൽ അഥവാ പർദീസയിലേക്ക് എടുക്കപ്പെട്ടു. രണ്ടാം ദിവസം ഞാൻ കാണുന്നത് വലിയ ഒരു കൗൺസിലിങ്ങിൽ വിശുദ്ധന്മാർക്ക് പ്രതിഫലം വീതിക്കുന്ന കൗൺസിലാണ്. അവിടെ 2 കൊരിന്ത്യർ 5:10 വാക്യം പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നു. ഓരോരുത്തരും ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും എന്ന വാക്യം ഞാൻ ഓർക്കുകയും അവിടെ ആ കൗൺസിലിൽ ഞാനും ചെന്നിരുന്നു. കൗൺസിലിൽ ഒത്തിരി കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ട്, ധാരാളം പേരുണ്ട്. പക്ഷേ യേശുവിൻ്റെ മുഖം എനിക്ക് ആ സമയത്ത് കാണാൻ കഴിഞ്ഞില്ല. എന്നാലും അവർക്കെല്ലാം പ്രതിഫലം വീതിക്കുകയും എൻ്റെ ടേൺ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, യു ഹാവ് ഡൺ ഗുഡ് ജോബ് ബട്ട് യുവർ ടൈം ഹാസ് നോട്ട് യെറ്റ് കം. പ്രതിഫലം വീതിക്കുന്നതിനുള്ള സമയം എനിക്ക് ആയിട്ടില്ല. ഞാൻ കർത്താവിന് വേണ്ടി മഹത്വകരമായ നല്ല വേല ചെയ്തു എന്ന് റിപ്പോർട്ട് പറഞ്ഞു. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസം 3-ാം ദിവസവും ഞാൻ മറ്റൊരു കൗൺസിലിൽ അതുപോലെ തന്നെ പോകേണ്ടി വന്നു. അവിടെയും എന്നെക്കുറിച്ച് അങ്ങനെ തന്നെ പറഞ്ഞു. അടുത്തത് 4-ാം ദിവസം 3-ാമത് വീണ്ടും ഈ ഒരു കൗൺസിലിൽ ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. ആ കൗൺസിലിലും
എന്നോട് പറഞ്ഞു, യു ഹാവ് ഡൺ എ ഗുഡ് ജോബ് ആൻഡ് യു ഹാവ് ഡൺ എ ബ്ലെസ്ഡ് മിനിസ്ട്രി എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ശുശ്രൂഷിച്ച സ്ഥലങ്ങൾ 4 സ്ഥലങ്ങൾ മനോഹരമായി പൂർത്തീകരിച്ചതിനെക്കുറിച്ച് വീഡിയോ എടുത്ത് കാണിക്കുന്ന പോലെ വീഡിയോ കാണിച്ചു. അത് കണ്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ അവർ പറഞ്ഞു കർത്താവാണോ ദൂതനാണോ എനിക്ക് അറിഞ്ഞുകൂടാ, പറഞ്ഞു നീ നല്ല പോലെ മഹത്വകരമായ ശുശ്രൂഷ ചെയ്തു, പക്ഷെ ഒരു സ്ഥലം 5ാമത് സ്ഥലം നിനക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇനി ഒരു ഹാർഡൻ ടൈം കൂടെ നിൻ്റെ ജീവിതത്തിലുണ്ട്, ഹാർഡൻ പ്ലേസിൽ നീ മിനിസ്ട്രി ചെയ്യേണ്ടി വരും എന്ന് എന്നോട് പറഞ്ഞിട്ട് എന്നെ തിരിച്ച് അയക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ തിരികെ വരുമ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ശരീരത്തിൽ എൻ്റെ ആത്മാവ് പ്രവേശിച്ചു. ആ 4 ദിവസവും എന്നെ വെന്റിലേറ്ററിൽ ഇട്ടിരുന്നു. വെന്റിലേറ്ററിൽ നിന്ന് എടുത്തിട്ട് ഡോക്ടേഴ്സും കാർഡിയോളജിസ്റ്റും എൻ്റെ ബോഡി റിക്കവറി റൂമിൽ എൻ്റെ വൈഫിൻ്റെയും റിലേറ്റീവ്സിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ മെയിൻ ഡോക്ടർ പറഞ്ഞു ദർ ഈസ് നോ ഹോപ്പ് എന്ന്. അവർക്ക് ചെയ്യാവുന്നതെല്ലാം അവർ ചെയ്തു, എന്നാൽ ആശയ്ക്ക് വഴിയില്ല എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കാലിലേക്ക് നോക്കുന്ന സമയത്ത് എൻ്റെ കാല് വല്ലാതെ വീർത്ത് ഇരിക്കുന്നതും പെട്ടെന്ന് ഡോക്ടർക്ക് മനസ്സിലായി എൻ്റെ സംതിങ് റോങ് ഹാപ്പൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ ഇടത്തുകാലിൻ്റെ വയറും ഇടത്തുകാലും കൂടെ ചേർന്ന ആ ഭാഗത്ത് ഒരു ആർട്ടറി മുറിഞ്ഞ് ബ്ലഡ് ഒഴുകി എൻ്റെ കാല് നീര് വെക്കുകയാണ് ചെയ്തത്. പെട്ടെന്ന് സർജൻ തന്നെ എന്നോട് പറഞ്ഞതാണ് ആ കാലിൻ്റെ ടോപ്പിൽ വെച്ച് മുറിക്കണമെന്ന് അദ്ദേഹം ചിന്തിച്ചു. പക്ഷേ ദൈവം അദ്ദേഹത്തെ സമ്മതിച്ചില്ല. പിന്നെ അദ്ദേഹം ചിന്തിച്ചു എൻ്റെ കാലിൻ്റെ മുട്ടിനോട് വെച്ച് മുറിക്കണമെന്ന്. അന്നേരവും ചിന്തിച്ചിട്ട് പെട്ടെന്ന് അദ്ദേഹം എൻ്റെ കാലിൻ്റെ തള്ളവിരലിൽ പൾസ് നോക്കിയപ്പം പൾസ് നോർമലായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം കാല് മുറിക്കാതെ എൻ്റെ കാലിൽ തൻ്റെ കത്തി കൊണ്ട് 2 ഭാഗത്ത് നീളത്തിൽ കീറി ആ ബ്ലഡ് പുറത്തേക്ക് കളഞ്ഞു. അതിനുശേഷം എൻ്റെ കാലിൽ വലിയ സ്വെല്ലിംഗ് ഉണ്ടായി, വലിയ കുളം പോലെ വന്ന് ധാരാളം വൂൺസ് ഉണ്ടാകത്തക്ക നിലയിൽ ഉണ്ടായെങ്കിലും ദൈവം സാധാന്യമായ ഈ പരീക്ഷയിൽ ദൈവം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സാത്താനോട് ദൈവം യോബിനെ സാത്താൻ പരീക്ഷിക്കുമ്പോൾ പറഞ്ഞതുപോലെ എൻ്റെ പ്രാണനെ തൊടരുതെന്നും നീ എൻ്റെ ദാസൻ്റെ ശരീരത്തിലുണ്ടാക്കുന്ന വൂൺസുകൾ പഴുക്കുവാൻ അനുവദിച്ചുകൂടെന്നും പറഞ്ഞിട്ടുള്ള വസ്തുത എനിക്ക് മനസ്സിലായി. നമ്മുടെ മുഖത്തെ ഒരു പിമ്പിൾ പൊട്ടിച്ചാൽ അല്പം വെള്ളമെങ്കിലും വരിക സ്വാഭാവികമാണ്. എന്നാൽ എൻ്റെ ശരീരത്തിൽ അകത്തും പുറത്തും ധാരാളം മുറിവുകളുണ്ടായിട്ട് ഒരല്പം വെള്ളം പോലും പുറപ്പെടുവിക്കാതെ അതുപോലെ തന്നെ കരിഞ്ഞു എന്നുള്ളത് ദൈവനാമ മഹത്വത്തിനായി ഞാൻ പ്രസ്താവിക്കട്ടെ. അതുകൊണ്ട് സർജന്റെ അഭിപ്രായത്തിൽ കാല് മുറിക്കണമെന്നാണ് ആദ്യം തീരുമാനിച്ചത്. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാണ്. അത് ഞാൻ പിന്നീട് പറയാം. അദ്ദേഹം ഇങ്ങനെ കൊണ്ട് ഏൽപ്പിച്ച് പോകുമ്പോൾ യാതൊരു ഹോപ്പുമില്ല. സെന്റ് ലൂക്ക് ഹോസ്പിറ്റലിലെ നമ്പർ 1 സർജനാണ് എന്നെ സർജറി ചെയ്തത്. ലോകത്തിലെ 1ാമത്തെ ഹോസ്പിറ്റലാണ്, സർജറിക്ക് വേണ്ടിയുള്ള ഹോസ്പിറ്റലാണ് സെന്റ് ലൂക്ക് ഹോസ്പിറ്റൽ ഹ്യൂസ്റ്റൺ. അവിടുത്തെ നമ്പർ 1 ഡോക്ടറും മറ്റ് കാർഡിയോളജിസ്റ്റും എല്ലാം എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുവെങ്കിലും അവരുടെ ചിന്താഗതിക്കും അഭിപ്രായത്തിനും അപ്പുറമായി സ്വർഗീയ ദൈവം പ്രവർത്തിച്ച പ്രവൃത്തി ഞാൻ ഓർത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നതിനായി സ്തോത്രം. സർജന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ കാലം അവരെ കൊണ്ട് ചെയ്യാവുന്ന വൈദ്യശാസ്ത്രത്തിന് ചെയ്യാവുന്നതെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതിനപ്പുറമായിട്ട് അവർക്കൊന്നും ഇല്ല. എന്നിട്ട് എന്നെ റിക്കവറി റൂമിൽ നിന്നും ICUവിൽ കൊണ്ടുവന്നപ്പോൾ ആ സർജനും മറ്റൊരു ശ്രേഷ്ഠനായ കാർഡിയോളജിസ്റ്റും അദ്ദേഹത്തിന് അവരുടെ കൂടെ മറ്റൊരു 10-20 ഡോക്ടർമാരും എന്നെ സന്ദർശിക്കാൻ വന്നു. എന്നെ സന്ദർശിക്കാൻ വന്നപ്പോൾ കാർഡിയോളജിസ്റ്റ് പറഞ്ഞു, Daniel Koshi, you're doing better. You have to stay this hospital 9 months, then you will be perhaps you will get a good recovery. അതെന്റെ ഹൃദയത്തെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത് 9 months കൂടി കിടക്കണം, ഹോസ്പിറ്റലിൽ കിടക്കണം. കിടന്നാലേ
റിക്കവറി കിട്ടുള്ളൂ. ഈ നിലയിൽ ബെറ്റർ ആകുന്നെങ്കിൽ 9 months എടുക്കുമെന്നാണ് അദ്ദേഹം സർജന്റെ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചിന്ത, ദൈവമേ, ഞാൻ 9 months ഈ ഹോസ്പിറ്റലിൽ കിടക്കുക എന്നുള്ളത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സർജൻ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ സർജനോട് ചോദിച്ചു, ഞാൻ എൻ്റെ അറിവിലും എൻ്റെ കേൾവിയിലും ഹാർട്ട് സർജറി കഴിഞ്ഞവർ 1 മാസത്തിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ വീട്ടിൽ മടങ്ങിപ്പോയിട്ടുണ്ടല്ലോ, ഞാൻ എന്തുകൊണ്ട് 9 months ഇവിടെ കിടക്കണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ശരിയായിരിക്കും, എങ്കിലും നിൻ്റെ കേസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. നിൻ്റെ ലൈഫ് തിരികെ കിട്ടാൻ വേണ്ടി ഞാൻ ഓപ്പൺ ഹാർട്ടിൽ 3 places വെരി ഹാർഡായിട്ട് ഹോൾഡ് ചെയ്യുക മാത്രമല്ല, ഓപ്പൺ ഹാർട്ടിൽ 2 times ഞാൻ CPR ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഓപ്പൺ ഹാർട്ടിൽ തന്നെ ഓപ്പൺ ഹാർട്ടിൽ തന്നെ 2 പ്രാവശ്യം CPR ചെയ്യേണ്ടി വന്നു. സർജൻ പറഞ്ഞ വാക്കുകളാണ്. സർജൻ പറഞ്ഞ വാക്കുകളാണ്. അദ്ദേഹം ശ്രദ്ധയോടെ, ഞാൻ യേശു എന്നോട് പറഞ്ഞ് കർത്താവ് വരുന്നു, അത് തൻ്റെ ജനത്തോട് പറയണമെന്ന് പറഞ്ഞ ദൂത് ഞാൻ പറയുമ്പോൾ മോർ കേൾക്കുവാൻ താല്പര്യപ്പെട്ടുകൊണ്ടും ഞാൻ സ്വർഗത്തിൽ കർത്താവിനോടെ ആയിരുന്ന അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം കേൾക്കാൻ താല്പര്യപ്പെട്ട് എൻ്റെ അടുക്കൽ വളരെ സമയം നിന്നു. ഇത്ര ബിസിയായ ഒരു ഡോക്ടർ അത് കേൾക്കുവാൻ നിന്നതിൽ എനിക്കും സന്തോഷം തോന്നി. ഞാൻ ആദ്യം മുതൽ കർത്താവിൻ്റെ സുവിശേഷവും യേശു ക്രിസ്തു സത്യവാനാണെന്നും യേശു ക്രിസ്തു സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ ആൻഡ് ദ ബൈബിൾ ഈസ് ട്രൂ ആൻഡ് ഹെവൻ ഈസ് റിയൽ എന്നൊക്കെയും പറഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷിച്ചു, എന്നെ കേൾക്കാൻ നിന്നു. അതിന് ശേഷമുള്ള എല്ലാ ഡോക്ടേഴ്സിനോടും പറയുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. നമ്മൾ ഈ വെന്റിലേറ്ററിൽ കിടന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ എടുക്കപ്പെട്ടെന്നും ആ വിവരങ്ങളൊക്കെ ഈ ഏറ്റവും സർജനോട് പറഞ്ഞപ്പോൾ സർജനിൽ നിന്നുണ്ടായിരുന്ന ഒരു സർജൻ പറഞ്ഞു, എന്നെ 4 ദിവസം വെന്റിലേറ്ററിൽ ഇട്ടിരുന്നവർക്കൊന്നും പറഞ്ഞിട്ട് അത് ആർട്ടിഫിഷ്യൽ ഓക്സിജൻ ആണല്ലോ, എന്നാൽ എൻ്റെ ഒറിജിനൽ ജീവൻ, ദൈവം തന്നതായ പ്രാണവായു, ആത്മാവ് ദൈവസന്നിധിയിൽ സന്തോഷിക്കുക എൻ്റെ ശരീരത്തിലില്ല. അതാണ് ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞത്. ഞങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു, പക്ഷെ there is no hope. പക്ഷെ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞാണ്. എൻ്റെ ആ ഡെഡ് ബോഡി പോലുള്ള ബോഡി അപ്പോൾ ജീവനുണ്ട്, പക്ഷേ ബോധമില്ല. എൻ്റെ വൈഫിനെയും റിലേറ്റീവ്സിനെയും ഏൽപ്പിക്കുന്നത്. കർത്താവിൻ്റെ സ്തോത്രം. ആ സമയത്ത് തന്നെ പാസ്റ്റർ എബ്രാം ചാക്കോയും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം തിയേറ്ററിനുള്ളിൽ, ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ വന്ന് പ്രാർത്ഥിക്കുകയും ദൈവനാമത്തിൽ എൻ്റെ ജീവനെ അവകാശപ്പെടുകയും ചെയ്തു. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ എൻ്റെ ആത്മാവ് തിരികെ വന്നു. സാധാരണ നിലയിലുള്ള ഒരു രോഗിയുടെ അനുഭവത്തിൽ ആയി. എന്നാൽ എൻ്റെ ഇൻസൈഡിൽ ധാരാളം വൂൺസ് ഉണ്ട്, ഔട്ട്സൈഡിലും ധാരാളം വൂൺസ് ഉണ്ട്. ഒന്നുപോലും പഴുക്കുകയോ അല്ലെങ്കിൽ വ്രണമാകുകയോ ചെയ്യാതെ വേണം ദൈവം എന്നെ സഹായിക്കുകയും എന്നോട് കൂടെ ഇരുന്ന് ഈ 4 മാസത്തിൽ പിന്നെയും അനവധി സർജറിയും അനവധി വൂൺസും എൻ്റെ ശരീരത്തിലുണ്ടായെങ്കിലും അതൊന്നും വിഷമകരമായി തീരാതെ എൻ്റെ അബോധാവസ്ഥയിൽ പോലും ദൈവം എന്നെ കരുണയോടെ സൂക്ഷിച്ചു. ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും എല്ലാം എനിക്ക് ദൈവം നൽകിയ വിടുതലിനെ കുറിച്ച് അതിശയമുണ്ട്. ഹോസ്പിറ്റൽ മുഴുവൻ ഈ വാർത്ത സ്പ്രെഡായി. ഈ എന്നെ ട്രീറ്റ് ചെയ്ത സർവ്വ ഡോക്ടേഴ്സിനോടും പിന്നെ എൻ്റെ എല്ലാ ഓർഗൻ്റെയും പ്രത്യേക ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു. അതായത് ഹാർട്ട്, ലങ്സ്, കിഡ്നി മുതലായ അവയവങ്ങൾക്ക് എൻ്റെ ഓർഗൻസിന് വേണ്ടി സ്പെഷ്യൽ ഡോക്ടേഴ്സ്, എൻ്റെ ശബ്ദത്തിന് പ്രത്യേക ഡോക്ടർ, അങ്ങനെ അവരെല്ലാവരും കൂടി ഇവർ സമ്മതിച്ചു ഇതൊരു ദൈവപ്രവൃത്തിയാണ് എന്നുള്ളത്. അവരോടെല്ലാം കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷവും യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും എനിക്ക് പറയുവാൻ ദൈവം ഭാഗ്യം തന്നു. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഈ രോഗത്തിൽ ഞാൻ മരിച്ചാലും എനിക്ക് സങ്കടമില്ല. കാരണം എനിക്ക് ലഭ്യമാകാവുന്ന ശുശ്രൂഷകളിലെ ശ്രേഷ്ഠമേറിയ ഞാനോ എന്നെപ്പോലെയുള്ള പാസ്റ്റർമാരോ എത്ര പരിശ്രമിച്ചാലും ആ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റിനെയും അഥവാ അല്ലെങ്കിൽ സർജനെയും സമീപിച്ച് സുവിശേഷം പറയാൻ സാധ്യമല്ല. അവർ 1 സെക്കൻഡ് പോലും ആരുടെയും മുന്നിൽ നിൽക്കുകയില്ല. അവർ രോഗികളെ വന്ന് കാണും, ജൂനിയേഴ്സിനോട് കാര്യം പറഞ്ഞിട്ട് അവർ പിന്നെയും അവർ പോകുന്നതാണ് അവരുടെ രീതി.
അവരെ സമീപിക്കാൻ മറ്റുള്ളവർക്ക് സാധ്യമാകുമോ എന്നെനിക്ക് ഡൗട്ടാണ്. എന്നാൽ സർജൻ അതിനുശേഷം എൻ്റെ അടുക്കൽ വരുമ്പോൾ സ്മൈലിംഗ് ഫേസ് കൊണ്ട് എന്നെ തൻ്റെ സ്നേഹം അറിയിക്കുകയും മറ്റുള്ളവരെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മറ്റു ഡോക്ടേഴ്സ് എല്ലാം പോകുന്നിടം വരെ എൻ്റെ അടുക്കൽ നിന്ന് പോകാൻ നേരത്തെ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ച് എന്നെ ഒന്ന് തലോടി യു വിൽ ബി ഓൾ റൈറ്റ് എന്ന് പറഞ്ഞാണ് പോകുന്നത്. ലാസ്റ്റ് എന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തും അദ്ദേഹം വന്നിട്ട് ഫ്രണ്ട്ലി ടോക്ക് ചെയ്ത് എനിക്ക് അദ്ദേഹത്തിൻ്റെ അഡ്രസ് കാർഡും എല്ലാം തന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാനിടയായി. ഇതേപോലെ തന്നെ അനേക വൈറ്റ് നേഴ്സസ്, ബ്ലാക്ക് നേഴ്സസ് എന്നെ ട്രീറ്റ് ചെയ്ത എല്ലാവരോടും ഈ കാര്യം പറഞ്ഞു. ആ ഹോസ്പിറ്റലിൽ എൻ്റെ പേര് പറഞ്ഞാൽ എല്ലാവരും അറിയും, എല്ലാവരും എൻ്റെ പേര് വിളിച്ച് ഞാൻ അറിയാത്തവർ പോലും ഞാൻ നടക്കുമ്പോഴും അവർ വന്ന് എന്നെക്കുറിച്ച് വളരെ സന്തുഷ്ടമായ നിലയിൽ പറയും. എനിക്ക് ഡിസ്ചാർജ് കിട്ടുന്നതിൻ്റെ ഒരാഴ്ച മുൻപ് ഒരു ഡോക്ടർ കടന്നു വന്ന വാർത്ത അറിഞ്ഞുകൊണ്ട് ഞാൻ പ്രാപിച്ച ആത്മീയ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹത്തോട് പറയണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം മുതലെല്ലാം പറഞ്ഞു. യഹൂദനാണെന്നുള്ള വിചാരമില്ലാതെ തന്നെ മശിഹായ യേശുക്രിസ്തുവിനെക്കുറിച്ചും രക്ഷകനായ യേശുക്രിസ്തുവിനെക്കുറിച്ചും യേശുവിൻ്റെ വരവേറ്റും അടുത്തു നിന്നൊക്കെയും ഞാൻ പറയുമ്പോൾ മാനവജാതിയുടെ പാപങ്ങൾക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്ന യേശു ക്രിസ്തുവിനെ ഉയർത്തി പറയുമ്പോൾ അദ്ദേഹം തലകുനിച്ച സാവകാശത്തിൽ വളരെ സന്തോഷത്തോടെ അത് കേട്ട് സന്തോഷിക്കുകയും ഒടുവിൽ എന്നോട് ചോദിച്ചു, സ്വർഗത്തിൽ അഥവാ പാരഡൈസിൽ കണ്ട വിശുദ്ധന്മാർ ധരിച്ചിരിക്കുന്ന വസ്ത്രം വെള്ളവസ്ത്രമാണോ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു യെസ്, അല്ലാതെ വേറൊരു കളർ ഞാൻ എന്നോട് കണ്ടില്ല. നോക്കത്താത്ത നിലയിൽ വിശുദ്ധന്മാരിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഞാൻ കണ്ടു. അവരുടെ മധ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ കാണുകയും അവിടെ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്ന വിവരങ്ങളും പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷിപ്പാനിടയായി. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ലാസ്റ്റിൽ എൻ്റെ പേപ്പർ വർക്ക് എല്ലാം തരുന്ന ഒരു വെള്ളക്കാരി ഡോക്ടർ വന്നിട്ട് വിവരങ്ങൾ അറിഞ്ഞത് എന്നോട് വീണ്ടും അവരെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ സന്തോഷത്തോടെ അങ്ങനെ ഈ ഒരു അനുഭവം പാസ്റ്ററിന്റെ വായന തന്നെ പറഞ്ഞു കേൾക്കാൻ അവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് എന്നെ ട്രീറ്റ് ചെയ്യാത്ത പലരും ഡോക്ടർമാരും നഴ്സുമാരും വന്നിട്ട് ഇത് മറ്റാരെങ്കിലും ചുമ്മാ പറയുന്നതാണോ അതോ സ്വന്തം അനുഭവമാണോ അറിയാൻ വേണ്ടി ഒക്കെ വന്ന് ചോദിക്കും. ഞാൻ പറയും എല്ലാം ത്രില്ലിംഗ് ആയി. ഒടുവിൽ പറയുമ്പോൾ വൈറ്റ് ലേഡി ഡോക്ടർ അവർ രോമാഞ്ചം കൊണ്ടു. രോമാഞ്ചം കൊണ്ടപ്പോൾ എന്നോട് തന്നെ പറഞ്ഞു, എൻ്റെ കൈകളെ തപ്പി നോക്കുക, രോമാഞ്ചം കൊണ്ടിരിക്കുന്നു, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നാൽ അവരൊക്കെ പള്ളികളിൽ പോകുന്നവരാണ്. പക്ഷേ യഥാർത്ഥമായ സത്യസുവിശേഷം ദൈവത്തിൻ്റെ മഹത്വകരമായ ശുശ്രൂഷയും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചൊന്നും വേണ്ട പോലെ അറിവില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് ഈ സത്യസുവിശേഷവും ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും എന്നോട് പറഞ്ഞയക്കുകയും ചെയ്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മോർ ത്രില്ലിംഗ് ആകുവാനിടയായി. അതുപോലെ തന്നെ മറ്റ് അനേക ഇടങ്ങളിൽ ദൈവം പലർക്കും മിഷൻ എന്നെക്കുറിച്ച് കൊടുത്തു, എന്നെക്കുറിച്ചുള്ള ദൈവിക അരുളപ്പാട് കൊടുത്തു. ഒരു CSIയിലെ സിസ്റ്റർ എന്നെ തിരക്കി പിടിച്ചു വന്നു. ആ സിസ്റ്റർ എന്നെ അറിയത്തില്ല, ഞാൻ അവർ സിസ്റ്ററിനെ അറിയത്തില്ല. ആ സിസ്റ്ററിൻ്റെ അടുത്ത് വന്ന് പാസ്റ്ററങ്ങളെ എന്ന് വിളിച്ച് പറഞ്ഞിട്ട് അവരുടെ ചർച്ചിൽ CSI ചർച്ചിൽ എന്നെക്കുറിച്ചുണ്ടായ ദൈവിക അരുളപ്പാടിന് എന്നെക്കുറിച്ച് അവർ പറയുമ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, ആ ചർച്ചിലുള്ള എല്ലാവരും സ്തംഭിച്ചു പോകത്തക്കണം ദൈവത്തിൻ്റെ ദൂത് മദ്രാസിൽ നിന്ന് വന്ന ഒരു പ്രവാചകൻ വിളിച്ചു പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞു. അന്നേരം ആ സിസ്റ്റർ എങ്ങനെയും എന്നെ വന്ന് കാണണം എന്ന് തീരുമാനിച്ച് അവർ തിരക്ക് പിടിച്ച് ഹോസ്പിറ്റലിൽ എന്നെ വന്ന് കാണുകയും എന്നോട് ഈ വിവരം പറയുകയും അവൾ എന്നെ നന്നായി വാവിട്ട് കരയുകയും ചെയ്തു. അപ്പോൾ ഞാനും കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത നന്മകളെയും ഉപകാരങ്ങളെയും ഓർത്തുകൊണ്ടും മോർ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്രയോ ശ്രേഷ്ഠമേറിയ പ്രതിഫലം എനിക്ക് പ്രാപിക്കുവാൻ കഴിയുമെന്നോർത്ത് ഞാനും ആ സമയത്ത് കരഞ്ഞുപോയി. എൻ്റെ ഈ പ്രതികൂല ഭയാനകമായ ഭീകരമായ രോഗാവസ്ഥയിൽ അതിവേദന സഹിക്കുമ്പോഴും ദൈവത്തിൻ്റെ സ്തോത്രം, എനിക്ക് യാതൊരു ലോകത്തെക്കുറിച്ചോ എൻ്റെ കുടുംബത്തെക്കുറിച്ചോ കുഞ്ഞുങ്ങളെക്കുറിച്ചോ വൈഫിനെക്കുറിച്ചോ യാതൊരു
പ്രയാസമോ വിഷമമോ എനിക്കുണ്ടായില്ല. എൻ്റെ സർവ്വചിന്തയും ദൈവവും ഞാനുമായുള്ള ബന്ധമാണ് എപ്പോഴും ഓർക്കുന്നത്. എന്നാൽ എൻ്റെ വൈഫ് ഐ വിറ്റ്നസ്സാണ്. ഞാൻ വളരെ വേദന സഹിച്ച് എൻ്റെ മുഖം പലപ്പോഴും വിരൂപമാകുമ്പോഴെല്ലാം എന്നോട് പറയും, അച്ഛൻ വളരെ വേദന സഹിച്ചു, എനിക്കതറിയാം, പക്ഷേ ഇപ്പോഴും അത് സഹിക്കണം. ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദത്തം ദൈവം നിവർത്തിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല എന്ന് എന്നോട് പല പ്രാവശ്യം പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എൻ്റെ വൈഫിനെ ദൈവം ധൈര്യപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 4 മാസം എൻ്റെ കൂടെ എന്നെ ശുശ്രൂഷിപ്പാൻ എൻ്റെ വൈഫിന് ദൈവം കൃപ കൊടുത്തു. കൃത്യം 4 മാസം സെൻറ്റ് ലൂക്ക് ഹോസ്പിറ്റലിൽ ഞാൻ ആയിരുന്നു. ഓഗസ്റ്റ് 28 പ്രവേശിച്ച് എന്നെ ഡിസംബർ 28 ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സും നേഴ്സസും എന്നോട് പറഞ്ഞു, കോശി, ദിസ് ഈസ് യുവർ സെക്കൻഡ് ലൈഫ് എന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. എൻ്റെ ഫാദറിനെ കുറിച്ചും 68 വയസ്സിൽ അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അദ്ദേഹത്തിന് ദൈവസന്ദർശനമായിരുന്നു. സ്നാനപ്പെടുവാൻ ആ രോഗാവസ്ഥ കാരണമാക്കി. ആ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഡോക്ടേഴ്സ് 12 പേര് ഒരുമിച്ച് പറഞ്ഞു, കോശി, ദിസ് ഈസ് യുവർ സെക്കൻഡ് ലൈഫ്. സെയിം മെയിൽ എന്നോടും അത് പറഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. 64 വയസ്സ് വരെ ഞാൻ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിട്ടില്ല. അങ്ങനെ ഒരു വലിയ ട്രീറ്റ്മെൻറ്റിനോ അതോ സ്വാഭാവികമായ ട്രീറ്റ്മെൻറ്റ് പോലും എനിക്കുണ്ടാകാനിടവരാതെ എനിക്ക് വരുന്ന രോഗങ്ങളെല്ലാം ദൈവം അത്ഭുതമായി സൗഖ്യമാക്കി. അതേ ദൈവം ഈ ഭീകരമായ രോഗാവസ്ഥയിൽ നിന്നും എന്നെ അത്ഭുതകരമായി സൗഖ്യമാക്കിയതിനാൽ ഞാൻ ദൈവത്തിന് സർവ്വമഹത്വവും അർപ്പിക്കുന്നു. പിശാചനെ പരീക്ഷിക്കുവാൻ ദൈവം അനുവദിച്ചുവെങ്കിലും എൻ്റെ വിശ്വാസം പോകാതിരിപ്പാൻ ദൈവം എന്നോടുകൂടെ ഇപ്പോഴും ഉണ്ട്. ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആകയാൽ ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, കർത്താവ് എത്രയും വേഗം വരും. അവൻ്റെ വരവിനായി ഒരുങ്ങിക്കൊള്ളൂ. ദൈവത്തിന് ഏത് നിമിഷം അവൻ വരുന്നുവെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവൻ വരുമ്പോൾ നമ്മളെല്ലാവരും ജീവനോടെ ഇരിക്കുന്നെങ്കിൽ വിശുദ്ധന്മാർ മുമ്പേ വർത്തി നിൽക്കുമ്പോൾ അവരുടെ കൂടെ നമുക്കും കർത്താവിനെ എതിരേൽപ്പാൻ വേഗങ്ങളിൽ എടുക്കപ്പെടുവാൻ കഴിയും. അവർ നമ്മെ കൂടെ, പഴയ നിയമ വിശുദ്ധന്മാർ നമ്മെ കൂടാതെ രക്ഷാവൃത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്നും മുൻകരുതിയിട്ടുണ്ടാകിയാൽ കർത്താവിനെ വിശ്വസിച്ചും സ്നേഹിച്ചും അവനിൽ ആശ്രയിച്ചും നമ്മുടെ ശിഷ്ടമുള്ള ആയുസ് തികയ്ക്കാം. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, അവൻ വരിക തന്നെ ചെയ്യും. പാസ്റ്ററിന്റെ ഈ രോഗാവസ്ഥയിൽ കടന്നു വന്ന പാസ്റ്റർ എൻ പീറ്റർ, അതുപോലെ എനിക്ക് വളരെയധികം ബഹുമാനമുണ്ട്. ധാരാളം പാസ്റ്റേഴ്സ് വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അസംബ്ലീസ് ഹോളിലെ പല പാസ്റ്റർമാര് നാനാഭാഗത്തു നിന്നും എന്നെ വിളിക്കുകയും വന്ന് കണ്ട് പ്ലെയിൻ കയറി വന്ന് എൻ്റെ അടുക്ക് വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ശ്രേഷ്ഠമായ നിലയിൽ പാസ്റ്റർ പീറ്റർ, തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററായ പീറ്റർ 2 പ്രാവശ്യം വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കൊട്ടാരക്കര ഏറ്റവും മഹത്വകരമായി ശുശ്രൂഷ ചെയ്യുന്ന ടിനോ ജോർജ് എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ആലോചന പറയുകയും ചെയ്തു. ഞാൻ സൗഖ്യമായി പിന്നെയും കർത്താവിൻ്റെ മിനിസ്ട്രി ചെയ്യുമെന്ന് എന്നോടും എൻ്റെ വൈഫിനോടും മറ്റു പലരോടും പറഞ്ഞതായിട്ടും ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ അവിടെയും ചെല്ലണമെന്ന് എന്നോട് പേഴ്സണലി പറഞ്ഞായിരുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ അനേക ദൈവദാസന്മാരെ, ദൈവമക്കള് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും എന്നെ ശുശ്രൂഷിപ്പാനും സംരക്ഷിപ്പാനും ദൈവമാക്കി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണല്ലോ, 2013 കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. വാച്ചിനൽ സർവീസ് സംബന്ധിപ്പാൻ ഭാഗ്യം ലഭിച്ചു. 2012 ലാസ്റ്റ് സൺഡേയിൽ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിലൂടെ ആരാധിപ്പാനും ദൈവത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാനും സാക്ഷ്യം പറയാനും ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റുകളിൽ നിന്ന്, പല സ്റ്റേറ്റുകളിൽ നിന്നും
പലരും എന്നെ വിളിച്ച് ശുശ്രൂഷയ്ക്ക് അവിടെ ചെല്ലണമെന്ന് ഈവൻ മർത്തോമ CSIക്കാർ പോലും എന്നെ വിളിച്ചിട്ടുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുവദിക്കുന്ന പോലെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹ്യൂസ്റ്റണിലെ എല്ലാ സഭകളിലെയും ദൈവദാസന്മാരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുകയും എന്നെ ദൈവസേനയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അവരും അവരുടെ സഭകളിൽ പല സഭകളിൽ ഞാൻ സന്ദർശിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം അനുവദിക്കുന്ന പോലെ എൻ്റെ ശുശ്രൂഷ ദൈവം വിശാലമാക്കുന്നതിന് ഞാൻ നന്ദിയുള്ളവനാണ്. അത് ദൈവം അനുവദിക്കുന്നത് പോലെ എനിക്ക് തരുന്ന ആരോഗ്യത്തിനനുസരിച്ച് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. വിശേഷാൽ പാസ്റ്റർ ഐസക് ജോണിനും കുടുംബത്തിനും നന്ദി പറയുന്നു. ദൈവം അവരുടെ മിനിസ്ട്രി ശ്രേഷ്ഠമേറിയ മിനിസ്ട്രിയാണ്. ആ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവമക്കൾ അവരുടെ മിനിസ്ട്രിക്ക് സഹായികളും പ്രാർത്ഥിക്കുന്നവരുമായിരിക്കണം. ഇത് ഏറ്റവും ശ്രേഷ്ഠമേറിയ മിനിസ്ട്രിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതിന് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. ഇന്ന് ലോകത്തില് ഇങ്ങനെയൊക്കെയുള്ള സാക്ഷ്യങ്ങൾ നമ്മൾ വീഡിയോയിലും TV-യിലും ഒക്കെ കേൾക്കുമ്പോൾ ആദ്യം മനുഷ്യൻ പറയുന്നത് ഇതൊക്കെ തട്ടിപ്പാ, പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാണ്. ഇങ്ങനെ അനേകർ പറഞ്ഞു ഒഴിഞ്ഞു മാറുമ്പോൾ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ട് എന്ന് പറയുക ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട് എന്ന് പറയുവാന് ദൈവം രണ്ടാമത് എടുത്ത ജീവൻ തിരിച്ചു കൊടുത്ത് വീണ്ടും കർത്താവിന്റെ വേല ഈ ദൈവദാസനിൽ കൂടി തികയ്ക്കുവാൻ വേണ്ടി വീണ്ടും ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുകയാണ്. അന്ന് പാസ്റ്ററിന്റെ കൂടെ അഡ്മിറ്റ് ചെയ്ത പലരും ഇന്നും ആശുപത്രി തന്നെ, പാസ്റ്ററിനോട് തന്നെ 9 മാസം വരെ ഇവിടെ കഴിയണമെന്ന് പറഞ്ഞ സ്ഥാനത്താണ് 4ാമത്തെ മാസം ദൈവം അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ഞങ്ങൾ ചെന്ന് പാസ്റ്ററിനെ കാണുമ്പോഴൊക്കെ ഞങ്ങൾക്കും ഉള്ളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഉള്ളില് മാനുഷികമായ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇത്രയും അവശ്യ നിലയിൽ ഇനിയും പാസ്റ്റർ എങ്ങനെയാണ് ഞങ്ങൾ. എന്നാലും ആ പ്രാർത്ഥനയുടെ ബലത്തിൽ ഉറച്ച് ഒറ്റക്കെട്ടായിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രയർ ഗ്രൂപ്പുകളിലും അതുപോലെയുള്ള പല സ്ഥലങ്ങളിലും പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ കുടുംബവും അതുപോലെ തന്നെ കർത്താവിന്റെ ദാസൻ തിരിച്ചു വന്നാൽ വീണ്ടും കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുമെന്നുള്ള ഒരു തീരുമാനത്തോടു കൂടിയൊക്കെ ആയിരുന്നാൽ ദൈവം ആ സ്ഥാനത്ത് നിന്ന് വിടുവിച്ചതാണ്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഇത് കൂടുതലായിട്ടുള്ള രോഗത്തിൽ ഭാരപ്പെടുന്നവരുണ്ട്, മാസങ്ങളായി വർഷങ്ങളായി ആ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്. നിങ്ങളെല്ലാം ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് വിടുതലുണ്ട് എന്നുള്ളതിന് ഒരു ജീവിക്കുന്ന സാക്ഷിയാണ് പാസ്റ്റർ ദാനിയേൽ കോശി. അദ്ദേഹത്തിന് ദൈവം ഇങ്ങനെ ഒരു അവസരം തന്നതിലും ഞങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി ഇത്രയും സമയം ചിലവഴിച്ചതിലൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ഈ അഭിമുഖം ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിപ്പാൻ്റെ കൊണ്ടും ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി എന്നോടുകൂടെ ചേർന്ന് സഭ മൊത്തമായിട്ട് ഞങ്ങൾ ഒരാശയമില്ല എന്ന് അവിടെയുള്ള സെൻറ്റ് ലൂക്കിലെ വലിയ ഡോക്ടർമാർ പറഞ്ഞുവെങ്കിലും ആശയ്ക്ക് വിരോധമായി ആശയോടെ ദൈവത്തിൽ വിശ്വസിപ്പാൻ്റെ കൊണ്ടും ആ വചനമാണ് ഞങ്ങൾക്ക് സഭയായിട്ട് തന്നെ പലർക്കും ദൈവത്തിൻ്റെ ആത്മാവ് ആ വചനം ഓർപ്പിച്ചു കൊടുത്തു. മാത്രമല്ല എന്നോടും ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ സംസാരിക്കുകയും ചെയ്തു. ആശയ്ക്ക് വിരോധമായി ആശയോടെ പിന്നെയും കർത്താവിൽ വിശ്വസിപ്പാൻ്റെ കൊള്ളം. മാത്രമല്ല ഞങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിട്ടുള്ളതായ വാഗ്ദത്തങ്ങൾ ചിലതുണ്ട്. ഞാൻ ആ വാഗ്ദത്തങ്ങളിൽ മാത്രമാണ് ആശ്രയിച്ചത്. വാഗ്ദത്തം ചെയ്ത ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണല്ലോ എന്ന് മാത്രം ഓരോ ദിവസവും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും കർത്താവെ നീ വാക്ക് പറഞ്ഞാൽ മാറിപ്പോകാത്ത ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണത്തിന് വേണ്ടി ഞാൻ ആശയോടെ പിന്നെയും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നു. എത്ര കഠിനമായ ഈ രോഗമായാലും കർത്താവ് ഹല്ലേലൂയ പറഞ്ഞ ചില കാര്യങ്ങൾ നിറവേറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ വാഗ്ദത്തങ്ങൾ ഞാൻ ആശ്രയിച്ച് പിന്നെയും ദൈവസന്നിധിയിൽ ആശയോടെ വിശ്വസിച്ചു കൊണ്ടിരുന്നു. ദൈവം ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല ഒരാൾ തന്നെ പല പ്രാവശ്യം CPR ചെയ്യുകയും പല പ്രാവശ്യം മരണത്തിന് അധീനമായി തീർന്നുവെങ്കിലും ഹല്ലേലൂയ ദൈവം അവിടെ നിന്നെല്ലാം വിടുവിച്ച് ലാസ്റ്റ് CPR 1.5 മണിക്കൂർ ഒരിക്കൽ പോലും അങ്ങനെ ആ ഡോക്ടർമാർ പോലും അവരുടെ ആയുസ്സിൽ അവർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ 1.5 മണിക്കൂർ CPR ചെയ്തതിന് ശേഷമാണ് ആ ജീവൻ തിരികെ വരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ സ്തോത്രം വാഗ്ദത്തം പറഞ്ഞ ദൈവം ഹല്ലേലൂയ അവൻ വാഗ്ദത്തം നിവർത്തിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ആ ഒരാശയ്ക്കും വകയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ജീവനോടെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഹല്ലേലൂയ നടന്ന് ഭവനത്തിൽ കടന്നു വരുവാൻ്റെ കൊണ്ടെന്താ കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിച്ചു.
ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ പിന്നെയും വർദ്ധിച്ചു വരുവാൻ്റെ കൊണ്ടും അടിയങ്ങളെ പിന്നെയും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. ഇത് മറ്റുള്ളവരോട് അനേകരോട് അവിടെ പപ്പ ഇങ്ങനെ ക്രിട്ടിക്കലായ കണ്ടീഷനിലായിരിക്കുമ്പോഴും പലരോടും ദൈവത്തോട് ആ കർത്താവിനെ കുറിച്ച് പറയുവാൻ എനിക്കും ദൈവം അവസരം തന്നു. ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ദാസന് സ്വർഗത്തിൽ പോയ കാര്യങ്ങൾ പലരോടും ഞാൻ പറയുന്നു. അപ്പോഴൊക്കെ അവർ പറയും കർത്താവിൻ്റെ വരവ് ഇത്ര ആണെന്ന് പറഞ്ഞിട്ടും പലർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എങ്കിലും എന്നാൽ കർത്താവ് വരുമെന്നുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് എനിക്കും പല നേഴ്സുമാരോടും മറ്റുള്ള പല ഡോക്ടേഴ്സിനോടും ഒക്കെ പ്രാർത്ഥനയാലാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിടുതൽ ലഭിച്ചതെന്നുള്ള എല്ലാ ഡോക്ടർമാർക്കും അറിയാം. ഡോക്ടർമാർ വരുമ്പോഴൊക്കെ എന്നോട് പറയും പ്രേ ഹാർഡർ അതർവൈസ് യു വിൽ ലൂസ് യുവർ ഹസ്ബൻഡ് എന്ന് എന്നോട് പറയുമായിരുന്നു. അങ്ങനെ ഓരോ ക്രിട്ടിക്കലായ സന്ദർഭങ്ങളിലും പ്രാർത്ഥനയ്ക്കായി ദൈവം അനേക ആത്മാക്കളെ അവിടെ ഇവിടങ്ങളായി ഒരുക്കി എന്നുള്ളതാണ്. ഞാൻ തനിയല്ല, എന്നോടുകൂടി ചേർന്ന് പ്രാർത്ഥിക്കാൻ ഭാരത്തോടെ പ്രാർത്ഥിക്കാം അനേക സഹോദരിമാരെയും കർത്താവിൻ്റെ ദാസന്മാരെയും ദൈവം ഒരുക്കി. അതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അന്യദേശത്തും കർത്താവ് അങ്ങനെ ഒരത്ഭുതം പ്രവർത്തിച്ച് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ ഇന്നും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമെന്ന് ഞങ്ങളുടെ അനുഭവത്തിലൂടെ പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വാക്ക് പറഞ്ഞാൽ അവൻ മാറിപ്പോകാത്ത ദൈവമെന്ന് ഒരിക്കൽ കൂടെ കർത്താവിനെ രുചിച്ചറിയുവാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എത്ര കഠിനമായ ശോധനയായാലും കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ തന്നെയാണ്. ഹല്ലേലൂയ. മനുഷ്യർ വാക്ക് പറഞ്ഞാൽ അവർ മാറിപ്പോകുന്നാൽ എൻ്റെ ദൈവം ഹല്ലേലൂയ ഇന്നും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ തന്നെയെന്ന് എനിക്ക് ധൈര്യത്തോടെ പറയുവാനുണ്ട്. കർത്താവ് ഇടയാക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഷ്ടതയാകിലും പ്രയാസങ്ങളാകിലും അതിലെല്ലാം തരണം ചെയ്യുവാൻ്റെ കൊണ്ടും ദൈവം ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. ആ കഷ്ടങ്ങളിൽ ഞങ്ങളോട് കൂടെ ഇരുന്ന് ദൈവം ഞങ്ങളെ നടത്തുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത് സംഭവിക്കുന്നതിന് ഒരാഴ്ച മുമ്പേ ഒരു കർത്താവിൻ്റെ ദാസനെ ഒരു പ്രാർത്ഥനയിൽ എന്നോട് പറഞ്ഞു, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ നിനക്ക് കഷ്ടത്തിൽ അവനൊരു തുണയാണെന്നുള്ള വാക്യം യെശയ്യാ 25:4 എന്നോട് പ്രവചനമായി പറഞ്ഞു. അത് നിനക്കുള്ള വാക്യമാണ്, അത് മുറുകെ പിടിച്ചോളാൻ പറഞ്ഞു. അതിങ്ങനെയൊരു സംഭവമാണ് ഇങ്ങനെ വരാൻ പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാൽ കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറിപ്പോകാത്ത ദൈവമായി കർത്താവ് കഷ്ടതയിൽ ഞങ്ങളോട് കൂടെ ഇരുന്ന് തുണയായിരുന്ന് സങ്കേതമായിരുന്ന് അവൻ ഞങ്ങളെ നടത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒട്ടും പതറാതെ കർത്താവിൻ്റെ ദാസനോടുകൂടെ ഈ 2013 കാണുവാൻ്റെ കൊണ്ട് ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനിടെ പിശാചും പല പ്രാവശ്യം എന്നെ ഭാരപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്യാൻ തക്കവണ്ണം പരിശ്രമിച്ചു. എന്നാൽ അവിടെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിനെ ധൈര്യപ്പെടുത്തി, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്ന എൻ്റെ ദൈവത്തിൽ പ്രത്യാശ വെക്കുക എന്ന് പറഞ്ഞ് എന്നെ പലപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് ധൈര്യപ്പെടുത്തി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പൈശാചികൻ അതിശക്തമായി പ്രവർത്തിച്ചു, നിന്നെ വിധവയാക്കുമെന്ന് വരെ എൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. എങ്കിലും ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം അതിനെ അനുവദിച്ചില്ല. അവൻ്റെ തന്ത്രങ്ങളെ ഹല്ലേലൂയ എതിർത്ത് നിൽപ്പാൻ്റെ കോണം കഴിയേണ്ടത് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചവരായി പിന്നെയും അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിന്നുകൊണ്ട് ജീവിപ്പാൻ്റെ കോണം ആവശ്യമായിരിക്കും സ്വർഗീയ കൃപ പിന്നെയും ദൈവം പകർന്നു വന്ന് ഞങ്ങളെ നടത്തേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ടൊരു സാഹചര്യത്തിൽ അവസാനം. താങ്ക് യു സിസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.